അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. അവരെവിടെ പോയിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്, എല്ലായിടെയും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, എല്ലായിടെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നു. അത് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാൻ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേരളത്തിലുടനീളം തല്ലുണ്ടാക്കുകയാണ്, തല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തല്ലി ഇവിടെ തല്ലി എന്ന് പറയുന്നതിന് എന്ത് കാര്യമുള്ളൂ? അവരെ പരിപാടി തന്നെയാണ്. അവർ കരിങ്കൊടിയല്ല പറഞ്ഞിട്ടുള്ളത്, തല്ലാൻ. ഞാനതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. തല്ലായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തല്ലുന്നത് സഹിച്ചോളൂ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ. അതായത് തല്ലുക എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റക്ക് തരൂല്ലോ. തല്ലലാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഒരു പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തല്ലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അപ്പുറവും ഇപ്പുറവും സഹിച്ചോളൂ എന്നുള്ളത് വേറെന്താ കാര്യം? അതിന്റെ ഭാഗം, അതിന്റെ കൂടപ്പുറപ്പാണ്. അതായത് തല്ല് തോപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. തല്ലിൽ ആരാണ് തോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ചില പത്രങ്ങൾ പറയുന്നുണ്ട് അത് തല്ലിയാൽ ജയിക്കാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. അത് നമുക്ക് ഭാവിയിൽ കണ്ടു നോക്കാം എന്ന് മാത്രമേ പറയാം. ഇന്ത്യയിൽ ആരെയെങ്കിലും ഫോണിന് ചോദ്യം ബാക്കിയുണ്ടോ? എന്റെ നിങ്ങളെല്ലാം ഫോൺ ചോർത്തുന്നില്ലേ? പിന്നെ KS നേതാവിന്റെ ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഞാനിതാ പറയുന്നത്, കേരള പോലീസായാലും ഏത് പോലീസായാലും തിരക്കില്ല, ഇന്ത്യയിലെ എല്ലാ ഫോണും ചോർത്തുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ഫോൺ ഉൾപ്പെടെ എല്ലാം ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക ടെക്നോളജി തന്നെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് BJP ഗവൺമെന്റ്. അതെല്ലാവർക്കും പറയുന്നതാണല്ലോ, ഇസ്രയേൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട്. ഇല്ലില്ല, കേരള സർക്കാർ ഉപയോഗിക്കുന്നില്ല. കേരള സർക്കാർ ജനാധിപത്യ വിരുദ്ധ നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിക്കും. ഇല്ലില്ല, മറ്റാരും ഒരു അക്രമം നടത്തുന്നില്ല. എല്ലാം അവർ തമ്മിൽ തന്നെയാണ് പ്രശ്നം. അത് യൂത്ത് കോൺഗ്രസുകാരും പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായിട്ടുള്ള അടിയും തടയുമാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ചോദിക്കണം എവിടം വരെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് VD സതീശനോട് ചോദിച്ചാലേ മനസ്സിലാവും. അല്ലെ സതീശൻ പറയട്ടെ, ഇന്ന അടി ശരി, ഇന്ന അടി തെറ്റ്, അല്ലെ ഇന്ന മേഖലയിലെ അടി ശരി, ഇന്ന മേഖലയിലെ അടി തെറ്റ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അടി അങ്ങോട്ടും ഇങ്ങോട്ട് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് സഹിച്ചോളൂ, അത്രേ ഉള്ളൂ. ഒരു പ്രശ്നമല്ല, ഒരു ഭീഷണിയില്ല. അഹമ്മാതിരി ഭീഷണി ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനത്തെ ഒരു ഭീഷണിയും കേരളത്തിലെ നവകേരള സദസ്സിനില്ല. അതുകൊണ്ട് ഇവിടെ എന്തോ അട്ടിമറിച്ചാളി എന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും അവിടെ മനസ്സിലല്ലാണ്ട് അത് അവിടെയാണ്, വേറെ അടി നടക്കില്ല. അങ്ങനെയുള്ള അത് അവർ കണ്ടുപിടിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പൊ യൂത്ത് കോൺഗ്രസും പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് മുട്ട എടുത്തിട്ട് അതിൻ്റെ അകത്ത് മറ്റ് വള്ളിയും അതിന്റെ മഞ്ഞയെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് നിറക്കുക. അതൊക്കെ അതാണ് ബോംബായിട്ട് മാറുന്നത് കേട്ടാ. ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. ഇത് കൊല്ലാനുള്ള ബോംബ്, ഇത് ഭയപ്പെടുത്താനുള്ള ബോംബ്, ഇത് പരിക്കേൽപ്പിക്കാനുള്ള ബോംബ്, ഇത് വേറെ ഒന്നും ചെയ്യില്ല, പുക മാത്രമുള്ള ബോംബ് എന്നത് DCC ഓഫീസിന്റെ മേലെ പ്രത്യേകമായി പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത കാര്യം നന്നായിട്ട് മനസ്സിലാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ. അതൊന്നും ഞങ്ങൾ മറന്നുപോയി എന്ന് നിങ്ങൾ ധരിക്കണ്ടേ. ഇപ്പം മുട്ടയെ തുടങ്ങിയിട്ടുള്ളൂ. ആ മുട്ട യൂത്ത് കോൺഗ്രസുകാരോട് മുട്ടയാക്കാനാണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ ബോംബാക്കാൻ പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആയുധം വെച്ച് പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ ഗവൺമെന്റിനെയോ ഭീഷണിപ്പെടുത്തി അവസാനിപ്പിക്കാനാവുമെന്ന് ആരെങ്കിലും, VD സതീശനോ ഇനി സുധാകരനോ ആരെങ്കിലും ധരിക്കുന്നത് അവർ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലല്ല എന്നേ അതിന് മറുപടിയുള്ളൂ. അറിയില്ല, അതൊക്കെ ഞാൻ പറഞ്ഞത്. ഞാനില്ല MLA അതിന്റെ കയ്യിൽ അടിച്ചു പൊളിച്ചിട്ടില്ലേ? അതിനെന്തെങ്കിലും അത്ഭുതമുള്ളത്? ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് കണ്ണൂർ മറ്റേ SP ഓഫീസിന്റെ മുമ്പിൽ എന്നെയൊക്കെ അടിച്ച് താഴത്തിട്ടത്. അന്ന് എന്റെ പേര് അബ്ദുള്ള കുട്ടിയുണ്ടായിരുന്നു, അതുപോലെ P കരുണാകരനുണ്ടായിരുന്നു. എന്റെ കൈ ഇപ്പോ ഈ വളഞ്ഞ കൈ അതുകൊണ്ടാണ് കൈ അടിച്ച് ചേറിപ്പോയത്. അമ്മാതിരി കാര്യങ്ങൾ MLA ആയാലും ഇതിന്റെ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോഴും സ്വാഭാവികമായിട്ടും പരിക്കൊക്കെ സംഘർഷം എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല. സംഘർഷമല്ല, VD സതീശൻ തന്നെ പറയുന്നത് കടന്നാക്രമിക്കുന്നതാണ്, ആക്രമണമാണ്. സംഘർഷം എന്ന് പറയുന്നത് അതല്ല. സംഘർഷം എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെടുമ്പോഴാണ് സംഘർഷം. ഈ സംഘർഷത്തിന്റെ കാര്യമല്ല, ഏകപക്ഷീയമായ അക്രമമാണ്. സമാധാനിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് സ്കൂൾ നാടൻ സമാധാനിപ്പിക്കാൻ പോവുക.